വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. സുവിശേഷ ഭാഗ്യങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 8 മുതൽ 13 വരെ. സുവിശേഷത്തെ പ്രതി പീഡ സഹിക്കുന്നവർ. എന്റെ സുവിശേഷമനുസരിച്ച് ദാവീദിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ ഈശോ മിശിഹായെ സ്മരിക്കുക. ഇതിനുവേണ്ടി ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് അധീനനാകും വരെ ഞാൻ കഷ്ടത സഹിക്കുന്നു. എന്നാൽ ദൈവവചനം വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈശോ മിശിഹായിൽ നിത്യമായ മഹത്വത്തോടെയുള്ള രക്ഷ നേടുന്നതിനു വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി നിലകൊള്ളും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല.